بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിമീങ്ങളെ, മസാഫിന്റെ വഅളിന്റെ സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എന്നിലർപ്പിതമായ വിഷയം ഖുലഫാഉർ റാഷിദ് കാണിച്ച രാഷ്ട്രീയ മാതൃക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിന് ശേഷം തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ മാതൃകയാക്കപ്പെട്ട ഭരണകാലയളവായിരുന്നു ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഭരണകാലയളവ്. ഇന്നത്തെ എല്ലാ ഭരണാധികാരികളും ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഭരണം പിന്തുടരൽ വളരെ അത്യാവശ്യമാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ് ഇസ്ലാമിക രാഷ്ട്ര ഭരണ പരിഷ്കാരങ്ങൾ വിശാലമായി കൊണ്ട് തന്നെ കൊണ്ടുവരാൻ തുടങ്ങിയത്. വർണ്ണവൈജാത്യങ്ങളില്ലാതെ ദൈവിക നീതിക്കു മുന്നിൽ മനുഷ്യരെല്ലാം തുല്യരാണെന്ന് ഉദ്ഘോഷിക്കുന്ന ഇസ്ലാമിന്റെ ഖിലാഫത്തിന്റെ മുഖമുദ്രകളായിരുന്നു നിർഭയത്വവും വിഭവവിശാലതയും. ഇസ്ലാമിന്റെ തണലിൽ ഉദാത്തമായ ഒരു മാനവിക നാഗരികത വളർന്നു വന്നതും നമ്മുടെ ഖുലഫാഉർ റാഷിദീങ്ങൾ കാണിച്ച ആ ഭരണപരിഷ്കാരത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഭരണപരിഷ്കാരത്തിന്റെ ഒരു ആവിർഭാവത്തോടുകൂടി തന്നെയായിരുന്നു. വിപുലവും വിശാലവുമായ രാഷ്ട്രത്തെ ഐക്യത്തോടെ ചേർത്തു നിർത്തുവാൻ പ്രായോഗിക ഭരണവ്യവസ്ഥ ആദ്യമായി കൊണ്ടുവന്നത് ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്താണ്. മദീന കേന്ദ്രമായി കേന്ദ്രീകൃത ഭരണവ്യവസ്ഥ നിലനിർത്തിയതോടൊപ്പം തന്നെ ഗവർണർമാർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനും സ്വന്തം അഭിപ്രായത്തിനനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കാനും അനുവാദം ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഭരണകാലത്തു തന്നെ ലഭിച്ചിരുന്നു. നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ഇന്നത്തെ ഏതൊരു രാജ്യത്തിലെയും ഏതൊരു സംസ്ഥാനത്തിലെയും ഭരണം ഒന്ന് എടുത്തു നോക്കൂ. നമ്മുടെ രാജ്യത്തും കേന്ദ്ര ഭരണമുണ്ട്, നമ്മുടെ രാജ്യത്തും പ്രവിശ്യകളായ സംസ്ഥാന ഗവൺമെന്റുകളുമെല്ലാം ഉണ്ട്. എന്നിട്ടും ഇവിടെ പൂർണ്ണമായും ഭരിക്കുന്നത്, എല്ലാ അധികാരങ്ങളെയും ചൂഷണം ചെയ്തുകൊണ്ട് ഭരണം നടത്തുന്നത് കേന്ദ്ര ഗവൺമെന്റ് അല്ലേ? ഇവിടെയാണ് ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഭരണം വളരെ വ്യത്യസ്തവും അതുപോലെ തന്നെ പ്രസക്തവുമാകുന്നത്. ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഭരണകാലത്ത് മദീന കേന്ദ്രമായിട്ട് തന്നെ അവിടെ കേന്ദ്രഭരണം നടത്തപ്പോൾ എല്ലാ പ്രവിശ്യയിലും ഭരണാധികാരികളും ഗവർണർമാരുമെല്ലാം ഉണ്ടായിരുന്നു. അവർക്കെല്ലാം അവരുടെ അഭിപ്രായത്തിനനുസരിച്ച്, ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, ആ ഒരു ഭൂപ്രദേശത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച്, അവരുടെ കാലാവസ്ഥ അനുസരിച്ച്, അവിടുത്തെ ജനങ്ങളുടെ സ്വഭാവത്തെ അനുസരിച്ച്, സംസ്കാരത്തെ അനുസരിച്ച് സ്വതന്ത്രമായിട്ട് തന്നെ ഭരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുന്നതാണ്. നേരെ മറിച്ച് ഇന്ത്യ പോലുള്ള നമ്മുടെ രാജ്യത്താകട്ടെ ഇവിടുത്തെ ഭരണാധികാരികൾ എല്ലാ ഭരണ അധികാര കേന്ദ്രങ്ങളും കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ ഒതുങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അറബികൾക്ക് മുമ്പ് പരിചയമില്ലായിരുന്ന മന്ത്രാലയങ്ങളും വകുപ്പുകളും ചില വകുപ്പുകൾക്ക് പ്രാദേശികമായ കാര്യാലയങ്ങളുമെല്ലാം ആദ്യമായി നിർമ്മിച്ചത് നമ്മുടെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഭരണകാലയളവിലാണ്. ഓരോ പ്രവിശ്യയിലേക്കും ഭരണാധികാരികളെ നിയമിക്കുന്നത് വ്യക്തമായ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് മാത്രമായിരുന്നു. കഴിവും വിശ്വസ്തതയും പ്രാപ്തിയും ഉള്ളവരെ മാത്രമാണ് നിയമിച്ചിരുന്നത്. എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ ഭരണകൂടങ്ങളുടെ അവസ്ഥകളെ എന്തെല്ലാമാണ്? ഞാൻ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ കേരളത്തിന്റെ ഭരണത്തിലേക്ക് തന്നെ നോക്കിയാൽ മതി. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന് ഭരിക്കുന്ന ആ മന്ത്രിമാരിലേക്കൊന്ന് നോക്കിയാൽ തന്നെ മതി. അവരുടെ നിലപാടുകളും അതുപോലെ തന്നെ അവരുടെ വാർത്തകളും അതുപോലെ തന്നെ അവരുടെ പ്രസ്ഥാനങ്ങളും
എല്ലാം പരിശോധിച്ചു നോക്കുമ്പോൾ എത്രത്തോളമാണ് അവർക്ക് വിദ്യാഭ്യാസവും സാമൂഹികവും രാഷ്ട്രീയവുമായ ശുദ്ധി ഉണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുമോ? നമുക്ക് തീരെ കണ്ടെത്താൻ സാധിക്കുകയില്ല. ഇവിടെയാണ് ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഭരണം പ്രസക്തമാകുന്നത്. ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഭരണകാലയളവിൽ അവരെ തെരഞ്ഞെടുത്തിരുന്നത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് മാത്രമല്ല, അവിടെ അവരുടെ കഴിവും അറിവുമെല്ലാം നോക്കിക്കൊണ്ട് മാത്രമായിരുന്നു അവിടെ തെരഞ്ഞെടുത്തിരുന്നത്. നമ്മുടെ നാടുകളും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പ്രതിനിധികളെ അയക്കുമായിരുന്നു. ദൂതന്മാർ മുഖേനയായിരുന്നു ഓരോ നാടുകളുടെയുമുള്ള ഭരണ അവസ്ഥകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഭരണ നേതൃത്വം കൊടുത്തിരുന്നത്. ഇങ്ങനെ ഒരു സംവിധാനം നമ്മുടെ നാടുകളുണ്ടെങ്കിൽ എത്ര ശാന്തമായിരിക്കും നമ്മുടെ നാട്, എത്ര സമാധാനപൂർണമായിരിക്കും നമ്മുടെ ജീവിതം, എത്ര സുന്ദരമായിരിക്കും നമ്മുടെ സാമ്പത്തിക മേഖലയും സാമൂഹിക മേഖലയും. അതുകൊണ്ട് തന്നെ ഈ നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ഈ കാലത്ത് ജീവിക്കുന്ന എല്ലാ ഭരണാധികാരികളും ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഭരണം മുറുകെ പിടിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.